രീതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആക്ഷേപത്തിന്റെ രീതിയാണ്. നീ തീരെ ശരിയല്ല, നീ നന്നാവൂല. ഒരു ഉമ്മ അങ്ങനെ പറയരുത്, നന്നാവൂല. ഒരു ഉമ്മ പറയരുത്. ഒരു ഉമ്മ തന്റെ മോനോട് പറഞ്ഞത് ഈ അടുത്ത സമയത്ത് ദുബൈയിലുള്ള ഒരു ഉമ്മയാണ്. ഒരു അറബി ഉമ്മ പറഞ്ഞത്, അവിടുത്തെ റേഡിയോ ലൈവ് ചെയ്ത് ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, എനിക്ക് നിന്നെ കാണണ്ട മോനെ, നീ ഇന്ന് പോയിട്ട് വെറും കാറിന്റെ ക്രൈസുള്ള ആളാണ്, നീ പോയിട്ട് നിന്റെ കാർ തകിടം മറിഞ്ഞ് നീ മരിച്ചു എന്നുള്ളൊരു വാർത്ത എനിക്ക് കേൾക്കാൻ ആഗ്രഹം. ഉമ്മ പറഞ്ഞത് പരമാർത്ഥം. അസറിന്റെ മുമ്പ് കാർ ആക്സിഡന്റിൽ ചെറുപ്പക്കാരൻ മരിക്കാം. അപ്പൊ ഉമ്മക്ക് പേടിയായി, പഠിച്ചോനെ ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. പക്ഷെ നാവിന്ന് വന്നുപോയോ? വന്നു. ഇന്ന ലില്ലാഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ ഇല്ലാ അഅതാ. ചില സമയങ്ങളുണ്ട്, ആ സമയത്തേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ യോജിച്ചു വന്നാൽ അല്ലാഹു നൽകിയിരിക്കും. ഒരിക്കലും മക്കളെ കുറ്റം പറയരുത്. മക്കളെ എത്ര കള്ളു കുടിച്ച് നടക്കുന്ന മകനാണെങ്കിലും ശാപം ചെയ്യരുത്. പഠിച്ചോനെന്റെ കുട്ടിയെ നന്നാക്കണേ റബ്ബേ, ഇത് പറയേണ്ടവരെ ഉമ്മയും. ഒരു പഴിച്ചു പോകാൻ ഒരു കൂട്ടുകാർ കാരണമായിട്ടുണ്ടാവും. ഒരു പഠിച്ച സ്കൂളുകളോ കോളേജുകളോ ക്യാമ്പസുകളോ ഹോസ്റ്റലുകളോ കാരണമായിട്ടുണ്ടാവും. ആ കാരണം നമുക്ക് മെല്ലെ മെല്ലെ അവരെ പിടിച്ചുകൊണ്ടുവരാൻ സമയമെടുത്തെന്ന് വരും. നമ്മളവരെ ശപിക്കല്ലേ, അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണം. ശാപത്തിന്റെ വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, ശരിയല്ല. പിന്നെ നമ്മൾ ഉപദേശം കൊടുക്കും, അതിനുള്ള ഭീഷണിയും വരും. അല്ലെ, ഇനി എങ്ങാനും ചെയ്താൽ എന്നെ വീട്ടിൽ ഞാൻ പുറത്താക്കും കേട്ടോ. കുട്ടി വരുമ്പോൾ എന്നോ പുറത്താക്കിയാൽ മതിയായിരുന്നു, ഞാൻ ബദല നടക്കുന്നത്. അപ്പൊ ആ പറഞ്ഞത് നടക്കൂല. ഈ ഭീഷണിയുടെ ഉപദേശവും ശരിയല്ല. പിന്നെ വെറും ഭീഷണി ഇല്ലെങ്കിൽ കൈകാലം കൊടുക്കുക, അതൊന്നും പറയാൻ പാടില്ല. തഹ്ദീദ് ചെയ്യരുത്. പിന്നെ കൽപ്പനകൾ മാത്രമാണ് നമുക്കത് അറിയുള്ളൂ. ചെയ്യ്, ഇരിക്ക്, നടക്ക്, കുടിക്ക്, ഉറങ്ങ്. അമ്രുകൾ, ഈ കൽപ്പനകൾ മനുഷ്യന് പോലും കേൾക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഖുർആനിലെ നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, അല്ലാഹുവിന്റെ അമ്രുമുണ്ട്, നഹിയുമുണ്ട്. അതുകൊണ്ട് ഖുർആൻ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ എന്ത് വെച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഖുർആനിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്ത പോലെ ചില ആൾക്കാരുടെ പണികൾ പുരസ്കാരമൊക്കെ കാണുമ്പോ അതില്ലല്ലോ, ബിസ്മില്ല. ബിസ്മി ഇല്ലെങ്കിൽ ഖുർആനിൽ രേഖപ്പെടുത്തുവോ? ബിസ്മി ഫാത്തിഹ ഓതുമ്പോൾ മെല്ലെ ഓതിയിട്ട് അൽഹംദു ഉറക്കോതിയാ മതി എന്ന് പറഞ്ഞപ്പോൾ ബിസ്മി എന്ന് ഓതാതെ പൊന്നു സഹോദരൻ, അത് ഓതിയ പോലെ നഷ്ടപ്പെടാണ്ടോ? പിന്നെ കുറച്ച് വോയിസ് അല്ലേ പോവുള്ളൂ, അല്ലാഹുവിന്റെ കലാമല്ലേ, ആയത്തല്ലേ അത് ഓതാതെ പോയി ഖുർആനിൽ പിന്നെ അച്ചടിക്കുമ്പോൾ ചിലർ നമ്മൾ കേൾക്കാറില്ലല്ലോ മൂലയിൽ ഓതുന്നത്, പിന്നെ ബിസ്മി വേണ്ടാന്ന് വെക്കൂലേ? അല്ലാഹുവിന്റെ കലാമിന്റെ തുടക്കല്ലേ അത്, സൂറത്തിന്റെ ആരംഭങ്ങളല്ലേ ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിക്കുന്ന ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ രണ്ടുപേരെയും 100 വീതം അടിക്കുകയും 1 വർഷത്തേക്ക് നാടുകടത്തുകയും ചെയ്യണം. ഖുർആൻ തുടങ്ങുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. എന്തിനാണ് ബിസ്മി വെച്ചതെന്നറിയോ? വ്യഭിചരിച്ചാൽ അടിയാണെന്നും വ്യഭിചരിച്ചാൽ വിവാഹം ചെയ്ത മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്ന വധശിക്ഷയാണെന്നും അല്ലാഹുവിന്റെ നിയമം ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഒരു പ്രയാസം വരും. കൽപ്പന നേരെ ഡയറക്റ്റ് കൽപ്പിച്ചാൽ ഒരു പ്രയാസം വരും. അതിനല്ലാഹു മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഇത് കാരുണ്യവാൻ ചെയ്യുന്ന നിയമമാണ്. ഇത് എന്നോട് കരുണയുള്ളത് കൊണ്ട് അല്ലാഹു പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ, സജ്ജനങ്ങളായ ആളുകൾ എന്നെ വെറുക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ ശിക്ഷ എനിക്ക് വരാതിരിക്കാൻ കാരുണ്യവാൻ എന്നോട് പറഞ്ഞു തരികയാണിത്. അപ്പൊ മനസ്സിന് സമാധാനമായി. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇനി അല്ലാഹു റഹ്മാന്റെ റഹ്മാനല്ലേ പറയുന്നത്, അത് മനസ്സിലാക്കാൻ സൂറത്തിന്റെ തുടക്കങ്ങളിൽ അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഓതിക്കോളി. ഓതിയ ഒരു കുഴപ്പം വരാൻ പോകില്ല. പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഖുർആൻ എന്തെങ്കിലും ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെ പോയി പോകൂലേ? എടുത്ത കൂലിയല്ലേ, ഒഴിവാക്കി ആ കൂലി കിട്ടൂലേ? എടുത്ത ആ കൂലി കിട്ടൂലേ? ബിസ്മി ഓതി ആ കൂലി കിട്ടിയില്ലേ? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്?
ഓതാതിരിക്കാൻ പറ്റുമെന്ന് കേട്ടു നീ ഓദിക്കോ എന്ന് പറഞ്ഞ കൂലി തോല കിട്ടാൻ നീ പറയുന്നത്. നിനക്ക് കൂലി ഒന്നുകൂടെ കിട്ടിക്കോട്ടെ. കൽപ്പനകൾ മനുഷ്യന്റെ മനസ്സുകൾക്ക് പ്രയാസമുണ്ട്, ഭാരമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നിരന്തരമായ കൽപ്പനകൾ, കൽപ്പനകൾ, ആജ്ഞകൾ മാത്രം. കുട്ടികൾക്ക് മടുപ്പുണ്ടാക്കും. പിന്നെ വാപ്പ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല. അങ്ങനെയും ആഗ്രഹം. ഇതൊരു 2 ദിവസത്തെ ക്യാമ്പ് ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേരം പഠിപ്പിക്കേണ്ട പവർ പോയിന്റ് സ്ലൈഡും. ബഷീർ മാഷൊക്കെ പോയോ? പോയോ? ഓരൊക്കെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുന്ന ട്രെയിനിങ് കോഴ്സുകളായിട്ട് ചെയ്യേണ്ട പണിയാണ് ഈ പാരന്റിങ്. പാരന്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മക്കളെ വളർത്താം. അത് ഒരു വാതിന്റെ ഉള്ളിൽ സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് ചിന്തകൾ മാത്രം തന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് വിശദങ്ങളൊക്കെ പിന്നീട് എവിടെ നിന്നെങ്കിലും പഠിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വാങ്ങ് പറഞ്ഞെടുക്കുക കുട്ടികളെ ഇരുത്തിയിട്ട് വാങ്ങ്. വാപ്പയുടെ ഉപദേശം 1/2 മണിക്കൂർ. 2 ദിവസം കുട്ടികൾക്ക്, 3-ാം ദിവസം പൊന്നാര വാപ്പങ്ങളെ വാതിൽ നിർത്തിക്കളെ. ഉമ്മ വാങ്ങ് പറഞ്ഞ കുട്ടി പറയും പൊന്നാര ഉമ്മങ്ങളെ വാതിൽക്കും എടുത്തുകളെ. ഇതും ശരിയാവുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ പറയും നീ മോശപ്പെട്ടവനാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് മക്കളെ മോശപ്പെടുത്തി സംസാരിക്കുന്നത് ചെയ്യരുത്. ഒരു ഉമ്മയും ഒരു വാപ്പയും അത് ചെയ്യരുത്. നീ മോശപ്പെട്ടവനാ, നീ തീരെ ഗുണം പിടിക്കൂല, മറ്റവനാ ഉഷാറ്, അങ്ങനെ പറയരുത്. നിനക്കും ചില നന്മകളുണ്ട്, അവനെ പോലെ ആവാൻ നീ ശ്രമിക്കുക. അങ്ങനെയാ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള വഴി ഒരേ ഒരു വഴിയാണ്, സ്നേഹത്തിന്റെ വഴിയാണ്. സ്നേഹത്തിന്റെ വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ സദസ്സിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി, അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി നബിതങ്ങൾ അവിടുത്തെ അനുയായികളായ സ്വഹാബികൾക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. ഹദീസിൽ കാണാൻ പറ്റും. തങ്ങൾ ഇരിക്കുമ്പോ ആദ്യം ആരാണോ വലതു ഭാഗത്തുള്ളത് ആൾക്ക് കൊടുക്കുക. പാല് കുടിച്ചു, കൊച്ചിനെ മുഴുവൻ കുടിക്കൂല, കുറച്ച് കുടിച്ചിട്ട് എല്ലാവരും ഇതിന്റെ ബറക്കത്തെടുത്തോട്ടെ. തങ്ങൾ മുഅ്മിനായ മനുഷ്യൻ കുടിച്ച വെള്ളത്തിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ചതിൽ എത്ര ശിഫ കാണും? നമ്മൾ ചില തങ്ങന്മാർ, സയ്യിദന്മാർ ഒരു മന്ത്രിച്ചൂതിയാൽ ശിഫ കിട്ടി. കുമ്പോൾ തങ്ങടത്തൊക്കെ എത്രയാ തിരക്ക്. പാണക്കെട്ടം ഉപയോഗിച്ച് ചൊവ്വാഴ്ച എന്താ തിരക്ക്. ഏത് സയ്യിദന്മാരും നാടൊട്ടാകെ തിരക്കാണ്. ദുആ ചെയ്യിപ്പിക്കാൻ, ഒന്ന് മന്ത്രിച്ചൂതിക്ക് ഒരു ശിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ, ഖുർആൻ ഒന്ന് ചികിത്സിക്കാൻ, ശിഫയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യന്മാർ ഫലം കിട്ടുന്നുണ്ട്. ഈ ഫലത്തെ എവിടുന്ന് കിട്ടിയതാണ്? ആരിൽ നിന്ന് കിട്ടിയതാണ് ഈ മഹത്വം സയ്യിദന്മാർക്ക്? ഇവരുടെ വല്ലിപ്പയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങളുടെ പവർ എത്രയാണ്? നിബിതങ്ങളുടെ പേരക്കുട്ടികളുടെ 10, 18, 20 തലമുറക്കപ്പുറമുള്ള ആളിൽ നിന്നാണ് അല്ലാഹു തആല ബറക്കത്തും ശിഫാവും കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടിയത് എവിടെന്നാണ്? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി. റസൂലുള്ളാഹിയുടെ ഫളൽ എത്രയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിബിതങ്ങളുടെ മഹത്വം എന്തായിരിക്കും? തങ്ങളുടെ മഹത്വം എന്തായിരിക്കും? നമ്മുടെ നാട്ടിലെ തങ്ങൾക്ക് അല്ലാഹുവിന്റെ ദുആയിൽ ഉത്തരം കൊടുക്കുന്ന ആളുകളില്ലേ? ഉടനടി ഇൻസ്റ്റന്റ്ലി ചോദിച്ചപ്പോ കിട്ടി, നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഫലിച്ചു. എവിടുന്ന് കിട്ടിയതാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോര ശരീരത്തിൽ എവിടെയോ ഓടുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ചോരയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പുണ്യമാണ്, തങ്ങളുടെ മഹത്വമാണ് കാണിച്ചിട്ട് പഠിച്ച നമ്പുരാൻ. നമ്മൾ തങ്ങളെ കണ്ടില്ല, അവിടുത്തെ ചോരയോടുന്ന ചില ശരീരങ്ങൾ കാണിച്ചു തരികയാണ്. എന്റെ ഹബീബിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അല്ലാഹു കൊടുത്തതല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുന്ന വെള്ളം വലതു ഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോ മഹാന്മാരായ വലിയ വലിയ സഹാബിമാരിരിക്കുന്ന സദസ്സ്, തങ്ങളുടെ തൊട്ടരികത്തിരിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഒരു കുട്ടിയായിരിക്കുന്നത്. കുട്ടി അവിടെ വന്നിരുന്നു. ആ സദസ്സിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ സദസ്സിലുണ്ട് അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. കാലാവസ്ഥയാണെങ്കിലോ നല്ല ചൂടും വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയം നബിതങ്ങൾ വെള്ളം കുടിച്ചു. ആ വെള്ളം തൊട്ടരികത്തുള്ള ഇരിക്കുന്ന കുട്ടിക്ക് കൊടുക്കണോ അല്ല മഹാന്മാരായ സ്വഹാബത്തിന് കൊടുക്കണോ? തങ്ങളുടെ മര്യാദ നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഭയങ്കരല്ലേ.
പറയും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസുണ്ട് ആരും എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്. അപ്പൊ എല്ലാവരും തീരുമാനിച്ചു പൊന്നാര മക്കളെ നമ്മൾ ഉസ്താദ്മാരും തങ്ങന്മാരും വരുമ്പോൾ ജയിച്ചെന്നൊക്കെ വാർത്തയിലാട്ടോ. ആ ഹദീസ് നമുക്ക് ഒരു പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? നമസ്തന്റെ ആലിമികൾ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ള കുറ്റം പറയട്ടെങ്കിൽ എന്തേ പറഞ്ഞറിയോ? നബി തങ്ങളത് പറയും. അത് തങ്ങളുടെ ഏറ്റവും മഹത്തരമായ സ്വഭാവശുദ്ധിയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കണ്ട. സ്വഹാബികൾ എന്താ ചെയ്തത്? നബിയെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കണോ? ഇപ്പം പോലെ ഇരുന്നു, അനങ്ങണ്ട, ബഹുമാനിക്കണ്ട, അങ്ങനെയാണോ സ്വഹാബത്ത് ചെയ്തത്? അവരെന്ത് ചെയ്തു? അത് ഈ പറഞ്ഞ ഹദീസിൽ കിട്ടിയിട്ടില്ല. അതിനാണ് ആലിമീങ്ങൾ പറഞ്ഞുതരാ. സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. قيامي للعزيز علي فرض وترك الفرض ما لا يستقيم عجبت لمن له فهم وعقل يرى هذا الجمال ولا يقوم. എങ്ങനെയാണ് ഈ സ്നേഹത്തിന്റെ യഥാർത്ഥത്തെ കാണുമ്പോ, ഈ സൗന്ദര്യത്തിന്റെ ചമൽക്കാരത്തിന്റെ മൂർത്തി രൂപത്തെ കാണുമ്പോ, എങ്ങനെയാണ് ഈ സൗന്ദര്യത്തിന്റെ ലാവണ്യത്തിന്റെ എല്ലാ പെരുമയും എന്റെ മുമ്പിലൂടെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന് മഹാനായ സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ട് പാടിയിട്ടുണ്ട്. നബിയെ നിങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേൽക്കണ്ട, ഞങ്ങൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റൂല നബിയെ. അങ്ങനെ സയ്യിദന്മാരും ഉസ്താദന്മാരുടെ കൈ മുത്തിക്കൊന്ന് പറയാൻ പാടില്ല. കൈ മുത്തുകയാണെങ്കിൽ പോലും കൈ വലിക്കുന്ന എന്തേ മുത്തപ്പെടുമ്പോൾ ഞാൻ പുണ്യമാണെന്നാണോ തോന്നിപ്പോവോ? പഠിച്ചോനെ കിബ്ർ അഹങ്കാരം വരുമോ? നമ്മളോട് പറഞ്ഞെന്താ? നിങ്ങളത് ചെയ്തേക്കണം. സഅദ് തങ്ങൾ ഉമർ തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ട്. ഉമർ തങ്ങൾ തങ്ങളാണല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന ചെറിയ കുട്ടിനെ കണ്ടപ്പോൾ ഈ മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞത് കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, ഹക്കദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ ഇങ്ങനെ കൈ മുത്തണമെന്ന് ഞങ്ങളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കിത് പുണ്യമാണ്. കൈ മുത്തപ്പെടുന്ന ആളുകൾ പേടിക്കണം. അഹങ്കാരം കടന്നു പോകരുത്. അതാണ് വിഷയം. അതാണ് വിഷയം. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഈ സ്വഹാബിമാരൊക്കെ ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടിയാണ് വലതു ഭാഗത്തുള്ളത്. തങ്ങൾ ചോദിച്ചു, തങ്ങളുടെ മര്യാദ നോക്കണം. തങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടി, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഈ മുതിർന്ന ആളുകൾക്ക് ഞാൻ ആദ്യം കൊടുത്തോട്ടെ. നിങ്ങൾ സമ്മതം തരുമോ? നിങ്ങൾ സമ്മതം തരും, ഞാൻ കൊടുത്തോട്ടെ. കുട്ടി പറഞ്ഞില്ല, പറ്റൂല നബിയെ, പറ്റൂല നബിയെ. അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഓഹരി ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല നബിയേ. അഷ്റഫുൽ ഖൽഖിന്റെ മഹത്വം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടിയാണത്. അന്നത്തെ കുട്ടികളും വലിയ അത്ഭുതമാണ്. ഇന്നൊക്കെ ഉസ്താദ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമില്ലേ? ഉസ്താദിന്റെ പേരൊക്കെ മദ്രസഭ മാർച്ചല്ലേ? ഇന്ത്യയിലെ കുട്ടി മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയെ തല്ലി. മദീനത്തെ കുട്ടിയെ മദീനയിൽ പഠിക്കാൻ വന്ന കുട്ടി നിരന്തരം നേരേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു കൊച്ചു വടി കൊണ്ട് അടിച്ചു. ആരെ? മാലിക് മദ്ഹബിന്റെ ഇമാം. ലോകം കണ്ട, മദീന കണ്ട, ഫത്വ നൽകാൻ മാലിക് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും ലോകത്ത് ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇമാം ദാറുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അടിച്ചപ്പോൾ മാലിക് ഇമാമിന് ഭയങ്കര സങ്കടമായി. അപ്പൊ കുട്ടി ഇങ്ങനെ ചോദിച്ചു, ഉസ്താദേ എന്നെ തല്ലിയത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ? ആ മോനേക്ക് സങ്കടം. എനിക്ക് പൊരുത്തപ്പെട്ടു ഉസ്താദ് ചോദിച്ചു. ആരോട്? ഈ കുട്ടിയോടെ. എനിക്ക് പൊരുത്തപ്പെട്ടു. കുട്ടി പറഞ്ഞില്ല. കുട്ടി, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? എനിക്ക് 7 അടി കിട്ടിയിട്ടുണ്ട്. 7 അടിക്കും 7 ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു തന്നാൽ ഞാൻ പൊരുത്തപ്പെട്ടു. അങ്ങനെ 7 ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു മാലിക് റളിയല്ലാഹു അൻഹു. കുട്ടി പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഉസ്താദ് എത്രയും തല്ലിപ്പോൾ ആ തല്ലിനനുസരിച്ച് ഹദീസ് പഠിപ്പിച്ചു തരണം കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ജീവിച്ച കാലമാണ് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലം. നമ്മുടെ മക്കളെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങട്ടൊക്കെ തിരിച്ചു പോകുക. നമ്മളെ കാലത്ത് അങ്ങനെ ആയി വരുമോ? അങ്ങനത്തെ മക്കളൊക്കെ ആവുമോ? അല്ലാഹു അലഞ്ഞ് ഇവിടുന്ന് മോശമായി പോവാണോ? പേടിയാണല്ലേ. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി ജീവിക്കട്ടെ. അല്ലാഹു ഒരു കച്ചടക്കം കൊടുക്കട്ടെ. ഇൽമിനോടും ദീനിനോടും ഉലമാഇനോടും സ്നേഹം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എന്റെ ഓഹരി എന്റെ ഓഹരി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നബിയെ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ മുതിർന്നവരോട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഈ കുട്ടിയുടെ അവകാശമാണ്. എന്റെ വലതു ഭാഗത്തിരിക്കുന്ന കുട്ടിയല്ലേ, ഞാൻ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. നീ കുടിച്ചോ മോനെ, കുടിച്ചോ എന്ന് കൊടുത്തു.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനിക്കുകയാണ്. കുട്ടിനെ ബഹുമാനിച്ചില്ലേ? അല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ കുട്ടി വന്നിരുന്നാൽ ആ കുട്ടിനെ പിടിച്ച് ബാക്ക് സഫിലേക്ക് ആക്കരുത്. എന്ത് ചെയ്യണം? ആ കുട്ടി വന്നിരുന്നത് കുട്ടി ആദ്യം വന്നുകൊണ്ടല്ലേ. നിങ്ങൾക്ക് ഒന്നാം സഫിൽ വേണം, ആദ്യം വന്നിരിക്കും. ആദ്യം വന്നിരുന്ന കുട്ടിനെ ബാക്കിലേക്ക് ആക്കരുത്. അങ്ങനെയാണ്. എന്തേ? ബഹുമാനം. കുട്ടിയെ ബഹുമാനിക്കണം. അബൂ റിഫാഅ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ മദീനയിലേക്ക് വന്നിരിക്കുന്നു. ദീൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അബൂ റിഫാഅ അന്ന് മുസ്ലിമല്ല ചെറുപ്പക്കാരൻ. അബൂ റിഫാഅ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ പരിചയമുള്ള ഒരാളുമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണ്. നബി തങ്ങൾ ഖുതുബയോടുന്ന നബി തങ്ങൾ മിമ്പറിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമല്ല. യാ മുഹമ്മദു. തങ്ങൾ ഖുതുബ ഓതാ. പള്ളിയിൽ കണ്ട് ചെറുതാണല്ലോ, ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും, പുറത്തുനിന്ന് വിളിച്ചാൽ തന്നെ കേൾക്കും. ഖതീബ് ഉസ്താദ് ഖുതുബ ഓതാണ്. നബി തങ്ങളോട് യാ മുഹമ്മദു ഫഅറഫ ഫീ വജ്ഹി അന്നി ജാദുൻ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കാൻ വന്നതാണെന്ന് എന്റെ മുഖം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലായിരിക്കണം. മിമ്പറിൽ നിന്ന് തങ്ങൾ ഇറങ്ങി വന്നു. അത് ജുമുഅയുടെ വെള്ളിയാഴ്ച ദിവസത്തെ മിമ്പറിലെ ഖുതുബ തന്നെ ആയിരിക്കണമെന്നില്ല. കാരണം സ്വഹാബത്തിന് ഗൗരവമുള്ള ഏത് വിഷയം പഠിപ്പിക്കാനും അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്ന് സംസാരിക്കാറുണ്ട്. വെള്ളിയാഴ്ചത്തെ ഖുതുബ നമുക്കറിയില്ല. തങ്ങൾ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതൂനി ബികുർസിയിൻ. ഒരു കസേര കൊണ്ടുവരൂ, കസേര കൊണ്ടുവരൂ. ആർക്ക്? മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ ദീൻ പഠിക്കാൻ വേണ്ടി വരുന്ന കാലമാണത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിലേക്കാണ് വരുന്നത്. അവിടുത്തെ ഹദറത്തിലേക്കാണ് വന്നത്. അന്ന് അവിശ്വാസികളൊക്കെ കടന്നുകൊണ്ടിരുന്നു. നബിയെ കാണാൻ വേണ്ടി വരില്ലേ? ഒരു പള്ളിക്ക് അവിശ്വാസി കടന്നുകൂടാതെ തങ്ങളുടെ കാലം ദീൻ പഠിക്കാൻ വേണ്ടി തങ്ങൾ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ മാത്രം പ്രത്യേകതയായിരിക്കണം, നമുക്കറിയില്ല. ഒരു കസേര കൊണ്ടുവരൂ എന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് നടന്നു വന്ന അബൂ റിഫാഅ എന്ന ടീനേജുകാരൻ ചെറുപ്പക്കാരന് കസേര കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. പള്ളിയിൽ കസേര ഉണ്ടാവോ? ഇല്ല. ഒരാള് വന്നിരിക്കുകയാണ്, ബഹുമാനിക്കണം, ഇരിക്കാൻ ചെയർ കൊടുക്കും. നമ്മുടെ മിനിമം മര്യാദ കാണിക്കൂലേ? അങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി തങ്ങൾ. ഫജലസ അമാമി യുഅല്ലിമുനി ബിസൗത്തിൻ മുർതഫിഇൻ. ഒന്ന് ഉയർന്ന ശബ്ദത്തിൽ മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി. വന്നാസ് യസ്മഉ. എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അഫഹിംത, മനസ്സിലായോ അബൂ റിഫാഅ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് മനസ്സിലായി നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതും എനിക്ക് മനസ്സിലായി നബിയേ. അല്ലാഹു അല്ലാതെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തവൻ, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ, ഇതിനെല്ലാം സംവിധാനിച്ചവൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവും, ആരാധിക്കപ്പെടാനും അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും ആ അല്ലാഹുവാണ് നിങ്ങളെ പറഞ്ഞേച്ചത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. നിങ്ങളെ അല്ലാഹു നിയോഗിച്ച നബിയാണ് നിങ്ങളെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് ഷഹാദത്ത് ചൊല്ലിയ ആളാണ് അബൂ റിഫാഅ റളിയല്ലാഹു അൻഹു. നാട്ടിലൊക്കെ മുസ്ലിമാണെന്ന് എന്താ പറയാ? ഒരാൾ അമുസ്ലിം ഒന്നും വിചാരിക്കുക, പള്ളിക്ക് ഉസ്താദിക്ക് മുസ്ലിമാണ്, പിന്നെ ഞാൻ വിട്ടോ. നാട്ടുകാർ അറിഞ്ഞാലേ ഇവിടെ മറ്റേ കുടിക്കാര്, ആ സംഘടനക്കാര് ഇവിടെ പ്രശ്നം വിട്ടപ്പെടാൻ വന്നാനിക്ക് വയ്ക്കുക. നമ്മളങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? നമ്മൾ ആരോടെ കരുണ കാണിക്കലും. പള്ളിയിൽ ഉസ്താദന്മാർക്കൊന്ന് കേൾക്കുമ്പോൾ ഒറ്റ കാര്യം പറയാം. ഖലിമ ചൊല്ലാൻ വന്ന ഏത് കർഷകനാണെങ്കിലും ഉടനെ ചൊല്ലി കൊടുക്കണം. ആലിമാവെന്ന് കണ്ട അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് പഠിപ്പിച്ചു കൊടുക്കണേ. ഇതിന് കിതാബ് ഓതേണ്ട ആവശ്യമുണ്ടോ? അത് അപ്പ ചെയ്തു കൊടുക്കണം. അയാളെ പോയി നിങ്ങൾ പറഞ്ഞയച്ചു, ആളുകളുടെ കാഫിറായി മരിച്ചു. ആരാ ഉത്തരവാദി? ഈ പറഞ്ഞയച്ച മനുഷ്യന്മാർ. നമ്മുടെ പള്ളിയിലൊക്കെ ടോയ്ലറ്റൊക്കെ പൂട്ടിയിടുന്ന കാലമാണ്. കക്കൂസ് പോകുന്ന പറഞ്ഞാൽ എന്തോ VIP ട്രീറ്റ്മെന്റ് എന്ന വിചാരം. അത് പൂട്ടിയിട്ടുണ്ടാകും. ഒരു കുടിയ മനുഷ്യൻ ടൗണിലാണെങ്കിലോ പുറത്തു കൊടുക്കുന്നത് കൊടുക്കൂല.
എന്താ അതിനുള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റി? എന്താ കൊടുത്താ കുഴപ്പം? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് പോവാൻ പിഷ്കണ കാലം. നമ്മുടെ പള്ളികൾക്ക് ഓപ്പൺ ടോയ്ലറ്റ് ഉണ്ടാക്കി കൂടെ? മുസ്ലിമീങ്ങളുടെ വലിയൊരു അമുസ്ലിം വന്ന് വിചാരിക്കുക ഉപയോഗിച്ചോട്ടെ, വൃത്തിയാക്കാൻ നമ്മൾ ആളെ ഏൽപ്പിക്കുക, സംവിധാനം കാണാൻ. എന്താ ചെയ്ത് എന്താ കുഴപ്പം? ചോദിക്കുകയാണ്. ഒരാൾക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ മനുഷ്യനല്ലേ, വയറിന് നല്ല കുഴപ്പമുണ്ട്, ഒന്ന് നിസ്കരിക്കാൻ വന്നതാ. ടോയ്ലറ്റ് ലോക്ക്, 2 പൂട്ടും 4 പൂട്ടും, ചാവി ഉസ്താദിന്റെ റൂമിൽ. അതൊക്കെ കിട്ടുമോ? കിട്ടൂല. ഇങ്ങനെ ചെയ്യരുത്. എന്തിനാ ഈ പൂട്ടിണ്ട കാര്യം? നമ്മുടെ നാടൊക്കെ ഇനി നന്നായി കൂടെ? പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, നന്നാക്കാൻ പറ്റാത്ത അവസ്ഥ. അന്ന് ടോയ്ലറ്റുകളൊന്നും ഇല്ല, ഫ്ലഷ് ചെയ്യാൻ സംവിധാനം ഇല്ലാത്ത കാലം. ഇന്ന് അതൊക്കെ ഇല്ലേ? നമ്മൾ പഠിക്കാനായിക്കൂടെ? ഒരു നിസ്സാരമായ ചെറിയൊരു കാരുണ്യം നമ്മൾ കാണിക്കണില്ല. എന്നിട്ടാ നമ്മൾ ഇസ്ലാം പറഞ്ഞു നടക്കുന്നത്. ഒരു ചെറിയ കാരുണ്യം. ടൗണിലൊക്കെ പോയി കൂടുന്ന മനുഷ്യന്മാർ എന്തിനും ഇടങ്ങാറാണ്. ടൗണിൽ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പോയി ഉപയോഗിക്കാൻ പറ്റും. 100 രൂപ കൊടുത്താൽ എന്തായാലും ഉള്ളിലെ അവസ്ഥ. നമ്മുടെ പള്ളിയിൽ പോയി എത്ര റാഹത്താണ്. ഒരു 2 റക്അത്ത് നിസ്കരിച്ചു ആ മനുഷ്യൻ ചെയ്യുന്ന പുണ്യത്തിനൊക്കെ ഒന്നുമില്ല. അയാളുടെ വയറൊന്ന് റാഹത്തായില്ലേ? ഇത് നിങ്ങൾ ചെയ്ത കരുണയല്ലേ? അതുണ്ടാക്കിയ കമ്മിറ്റിക്കാർക്ക് കൂലി കിട്ടൂലേ? ആലോചിച്ച് നോക്കി. ഇൻഷാ അല്ലാഹ് ഇവിടെ അതുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി തരാം. ഉസ്താദ്മാർ വല്ലാതെ താക്കോലിട്ട് എന്ത് ചെയ്യാം, പ്രഷർ കൂട്ടുന്നവരെ കൂട്ടം വേണ്ട, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാണ്ട് തുറന്നു കൊടുക്കണം. ഹൈറല്ലേ അതൊക്കെ? ഇനി എന്നാ നമ്മളിതൊക്കെ മനസ്സിലാക്കുക? ഗൾഫ് രാജ്യങ്ങളൊക്കെ സുലഭമാണ്, വല്ല കുഴപ്പം വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്. റഹ്മത്ത് ചെയ്യ്, അതുപോലെ നമുക്ക് ചെയ്യുക. പിന്നല്ലേ കലിമ ചൊല്ലി കൊടുക്കുക. നമ്മൾ ഓടിച്ചു വിടുക. ഇങ്ങോട്ട് വരല്ലേ, കലിമല്ല മുടച്ചോനെ. ആൾക്കാർ എന്റെ വീട്ടിൽ മാർച്ച് ചെയ്യും, ഉസ്താദ് കുടിയിൽ പോയിക്കോ, ഈ മുസ്ലിം എന്തോ ജീവിച്ചോ, എന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ചൊല്ലി തരൂല. എന്താ മുടച്ചോനെ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 60 വയസ്സുള്ള ഒരു അമുസ്ലിമായ മനുഷ്യൻ മുസ്ലിമാവാൻ വന്നിട്ട് ഒരു പള്ളിയിൽ വന്ന് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരുമോ? മുസ്ലിമായ 60ാമത്തെ വയസ്സിൽ മുസ്ലിമായ ഒരു ഹിന്ദു ആളെ മരിച്ചിട്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച് മരിച്ചായ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വചനമല്ലേ, അള്ളാഹുവിന്റെ വാക്കുകളല്ലേ ഖുർആൻ, അതൊന്ന് തെറ്റാതെ ഓതാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ പഠിപ്പിച്ചു തരുമോ എനിക്ക് ഖുർആൻ? പറഞ്ഞു, വയസ്സ് എത്രയായി? 70 ആയിക്കണം, 10 കൊല്ലം കഴിഞ്ഞിരിക്കണേ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഇവിടെ സംവിധാനമില്ല. അടുത്ത പള്ളി പോയി ഉസ്താദ് എന്താ ഇവിടെ? ഉസ്താദ് എനിക്കൊരു ഖുർആൻ, എത്ര 70 വയസ്സായി, നിങ്ങൾക്ക് ഖുർആൻ ഓതേ? അന്ന് തലയിൽ കയറില്ല, പോയിക്കോളി. ഇങ്ങനെ വിട്ട് അവസാനം ഒരാളുടെ അടുത്തെത്തി. അയാളത് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. 4 മാസം കൊണ്ട് ഈ മനുഷ്യൻ ശരിക്കും ഖുർആൻ 4 മാസം കൊണ്ട്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞയച്ചു. നമ്മുടെ ഉസ്താദുമാരും ഖതീബുമാരും ഖാദിമാരും കാണണം, അറിയണം. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ദീനിലേക്ക് കടന്നു വരാനും പഠിക്കാനും അവസരം ചോദിച്ചു വരുന്നവർക്ക് നിഷേധിക്കുകയോ? ഇതിനും വലിയ ദുൽമന്ത, ഇതിനും വലിയ അക്രമമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ട് മരിച്ചുപോയ മനുഷ്യനാണ് ഇയാൾ. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന മയ്യിത്ത് കട്ടിലായി പോകാനിരിക്കുന്ന, മരണത്തെ കാണാനിരിക്കുന്ന ആ ബെഡിൽ ഹോസ്പിറ്റലിൽ 70 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്ന ഈ മനുഷ്യൻ അവസാനം ഓതിയ ഒരൊറ്റ സൂറത്താണ്, ഒരൊറ്റ സൂറത്ത് ഓതിയിട്ടാണ് മരിച്ചത്. ഏതാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. കണ്ണുപൊട്ടനായ ഒരാൾ ദീൻ പഠിക്കാൻ വന്നപ്പോൾ നിങ്ങൾ അന്ന് മുഖം തിരിച്ചു കളഞ്ഞില്ലേ നബിയേ? മോശമായി പോയി നബിയേ. അയാൾക്ക് അല്ലാഹു ഈമാൻ നൽകുമെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താണ് ഈ പറയണത്? ഒന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുമോ എന്ന് പള്ളികളിലുള്ള കയറി ഇറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾക്കിത് പഠിച്ചാൽ തടി കയറൂല, നിങ്ങൾ എന്നെ ആട്ടി വിട്ടില്ലേ? ഈ ആശയം പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. നമ്മൾ ചിന്തിക്കുക, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുത്തിട്ടുണ്ടാവും. കാരണം മരിച്ചത് അങ്ങനെയല്ലേ? നമ്മളും പഠിക്കുക. ഇനി ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടാവരുത്. മുസ്ലിമാണ് പഠിക്കണം. 70 വയസ്സായിട്ട് പഠിക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടല്ലോ. അള്ളാഹിന്റെ കലാമിന്റെ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതമാണ്. സ്നേഹം കൊടുക്കി, നന്മ കൊടുക്കി, മനുഷ്യന്മാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കി, ആളുകൾക്ക് സ്നേഹം കൊടുക്കി, കാരുണ്യം കൊടുക്കി.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ദീൻ പഠിക്കാൻ വന്നിട്ട് കസേര ഇട്ട് കൊടുത്തിട്ട് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെ കസേര വെച്ച് കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. ആ ചെറുപ്പക്കാരനാണ് പിന്നെ സ്വഹാബിയായി മാറിയത് അബൂ റിഫാഅ റളിയല്ലാഹു തആല അൻഹു. തങ്ങളെ നാട്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരന് ഹിദായത്ത് കിട്ടുമായിരുന്നോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വരുന്ന സമയത്ത് 1,23,000 സ്വഹാബികൾ വന്ന ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ. തങ്ങളുടെ ഫെയർവെൽ പിൽഗ്രിമേജ് അവസാനത്തെ യാത്രയപ്പിന്റെ ഹജ്ജിന് 1,23,000 ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഒട്ടകം കടന്നു വരുമ്പോൾ ഒട്ടകത്തിന് വരാനുള്ള വഴി മാറ്റി കൊടുത്തിരുന്ന അന്നത്തെ വളണ്ടിയർമാർ, ഈ പരിപാടിക്ക് വളണ്ടിയർമാരുണ്ട്, ചെറുപ്പക്കാർ. നിങ്ങൾ ചെയ്യുന്ന പണി ആദ്യം ചെയ്യുന്ന ആരാണെന്ന് അറിയുമോ? എന്റെ ചെറുപ്പക്കാരെ, വളണ്ടിയർമാരുടെ ജോലി ചെയ്യുന്ന വാഹനത്തിന് കടന്നു പോകാൻ വഴിയൊരുക്കുന്ന പണി ആരാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖിന്റെ വാഹനം ഖസ്വ എന്ന ഒട്ടകം ഹജ്ജിലേക്ക് കടന്നു വരുമ്പോൾ, മക്കയിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, 3 സ്വഹാബിമാരാണ് നബിയുടെ വാഹനത്തിന് പോകാൻ വഴിയൊരുക്കി കൊടുത്തത്. ഒരു വളണ്ടിയർമാരാണ് അവിടെ. നിങ്ങൾ ചെയ്യുന്ന പണിയൊന്നും ചെറുതല്ല. അങ്ങനെ നബി തങ്ങളുടെ ഒട്ടകത്തിന് പോകാൻ കൈപിടിച്ച് വഴിമാറ്റി കൊടുക്കുന്ന മഹാന്മാരായ ഖലീഫമാരായി വന്ന 3 സ്വഹാബിമാർ, അവിടുത്തെ വിഐപികളായ സ്വഹാബിമാർ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം വരുന്ന ആർക്കാ? സിദ്ദീഖ് തങ്ങൾക്ക്. പിന്നെ ആരാ? ഉമർ തങ്ങൾ. പിന്നെ ആരാണ്? ഉസ്മാൻ എന്നവർ. പിന്നെ ആരാ? അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ തങ്ങൾക്ക് അവിടെ സൗകര്യപ്പെടുത്തിയില്ല. മറ്റ് 3 സ്വഹാബിമാർ, 3 ഖലീഫമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിക്ക് വളണ്ടിയർമാരുടെ ജോലി ചെയ്ത് വഴിമാറ്റി കൊടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എല്ലാവരും മാറ്റി കൊടുത്തു. റസൂലിന്റെ കടന്നു വരാൻ അവസരം കൊടുക്കുകയും തിരക്കല്ല്. ആ തിരക്കൊന്നും നോക്കാതെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരുമ്പോ സ്വഹാബികളൊക്കെ അയാളെ തടഞ്ഞു നിർത്തി റസൂലുള്ളാഹിന്റെ വാഹനം വരാൻ സന്ദർഭം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, വിട്ടേക്കിൻ എന്ന് നബിതങ്ങൾ പറയുകയും അത് ചെറുപ്പക്കാരനാണെന്ന് കണ്ടപ്പോൾ ആ യുവാവിനെ കടത്തിവിട്ട് നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരൻ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ചെറുപ്പക്കാരൻ ഒട്ടകത്തെ താഴ്ത്തി വെച്ചു. എന്തിനറിയോ? നബിയോട് അടുത്തെന്ന് ചോദിക്കാൻ. അങ്ങനെ നബിയോട് ചില സംശയങ്ങൾ ചോദിച്ചു. നബി തങ്ങൾ ഒരു അക്ഷമ കാണിക്കാതെ ആ ചെറുപ്പക്കാരന്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. എവിടെ? തിക്കും തിരക്കും കൂടി നിൽക്കുന്ന നേരത്തെ അലി തങ്ങളും ഉമർ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് എന്നവരും വളണ്ടിയർമാരായി നിൽക്കുമ്പോൾ അതൊക്കെ ഭേദിച്ചു വന്നത് ഒരു ചെറുപ്പക്കാരനാണെന്ന് കണ്ടപ്പോൾ യുവാക്കൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്. അവര് നന്നായാൽ നാട് നന്നാവും. കടന്നു വരട്ടെ, അയാൾ വന്നോട്ടെ എന്ന് ചെറുപ്പക്കാരനെ യുവാക്കളോട് സ്നേഹത്തിന്റെ ഭാഷ കാണിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ബഹുമാനം അവർക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ ആ സ്വഹാബി എന്നെ ഇസ്ലാമിട്ട് ഓടിപ്പോയേനെ. എന്റെ റസൂലിനെ സംസാരിക്കാൻ എന്നെ വിട്ടില്ലല്ലോ, വെറുപ്പുണ്ടാകുമായിരുന്നില്ലേ? നിങ്ങളോട് തോന്നിയിട്ടില്ല? റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബിലാൽ എന്നവർ ഏറ്റവും നല്ല മധുരമായ ശബ്ദമുള്ള സ്വഹാബിയാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. മക്ക കീഴടങ്ങുകയും പരിശുദ്ധമായ മക്ക ഇസ്ലാമിന് കീഴടങ്ങുകയും ചെയ്ത നേരത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇസ്ലാമിലേക്ക് ആളുകൾ ഇന്നലെ കൂട്ടമായി വന്ന നേരമാണത്. ഇസ്ലാമിക് ആളുകൾ കൂടിയാൽ, മെമ്പർഷിപ്പ് കൂടിയാൽ നിങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ. ഇത് പറയാനില്ല. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ വിജയവും വൽ ഫത്ഹു, അല്ലാഹുവിന്റെ നസ്റും സഹായവും, വൽ ഫത്ഹു അല്ലാഹുവിന്റെ വിജയവും കിട്ടിയാൽ വറഅ
യദ്ഖുലൂന ഫീ ദീനില്ലാഹ് അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നതും കണ്ടാൽ എന്ത് ചെയ്യണമെന്നാ ഫസബ്ബിഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞേക്കണം ബിഹംദി റബ്ബിക അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞേക്കണം വസ്തഗ്ഫിറുഹു അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ പടച്ചവനേ ഇന്നഹു കാന തവ്വാബാ അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കും തൗബ ചെയ്ത് മടങ്ങിയേക്കണം ആരോടെ പറയണമെന്നറിയോ സംഘടനയുടെ നേതാക്കന്മാരോട് ഒരു സമ്മേളനം നടത്തുന്ന ആളിനോടായി സമ്മേളനം നടത്തുന്ന ആളുകളോട് പിന്നെ വന്ന് 10 ലക്ഷം വലിയ ക്യാപ്ഷനിൽ പത്രത്തിൽ പേര് വന്നു അൽഹംദുലില്ലാഹ് ഇനി ആഖിറ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനെല്ലാം നമ്മൾ സമ്മേളനം ചെയ്യേണ്ടത് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക സുബ്ഹാനല്ലാഹ് നീ പരിശുദ്ധനാണ് പടച്ചവനേ നിന്റെ പരിശുദ്ധിയെ കാണാനും നിന്റെ പരിശുദ്ധി അറിയാനും വന്നവരാണിവർ ബിഹംദി റബ്ബിക അൽഹംദുലില്ലാഹ് എന്ന് പറയണം നബിയേ ഇത് ഞങ്ങളുടെ കഴിവല്ല പടച്ചവനേ നിനക്കാണ് ഇതിന്റെയൊക്കെ സ്ഥിതി പോകുന്നത് നീയാണ് ഇതൊക്കെ ചെയ്തത് വസ്തഗ്ഫിറുഹു ഞങ്ങൾക്ക് പുറത്തു തരണം റബ്ബേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ പടച്ചവനേ ഇന്നഹു കാന തവ്വാബാ തൗബ ചെയ്ത് മടങ്ങണമേ അല്ലാഹു പറയാ ആ സന്ദർഭമാണ് മക്കയിൽ ഫതഹ് വന്നിരിക്കുകയാണ് നസ്ർ വന്നിരിക്കുന്നു കൂട്ടം കൂട്ടമായി ആയിരക്കണക്കിന് ആളുകൾ കഅബയുടെ മുറ്റത്തേക്ക് കടന്നു വന്ന നേരമാണിത് ഞാൻ അവസാനിപ്പിക്കാം ആയിരക്കണക്കിന് ആളുകൾ കഅബയെ തുറന്നു ലഭിതങ്ങൾ കഅബയെ തുറന്നു വെച്ചു ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ലഭിതങ്ങൾ പറഞ്ഞു ഇസ്അദിയ ബിലാൽ ബിലാലേ നിങ്ങൾ കയറണം കഅബയുടെ മുകളിലേക്ക് ആരെയാണ് കയറ്റിയത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് കയറാൻ വേണ്ടി പറഞ്ഞു ബിലാൽ എന്നവർക്കറിയാം മനോഹരമായ ബാങ്ക് കൊടുക്കാൻ പോവാണ് മനോഹരമായ ബിലാൽ എന്നവർക്ക് പ്രായമുണ്ട് അന്ന് 16 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ബിലാൽ എന്നതിനേക്കാളും ശബ്ദത്തിന് മധുരമുള്ള ഒരാൾ നല്ല പാട്ട് പാടുന്ന ആൾ പേരാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു സഹാബിയാണ് ചെറുപ്പക്കാരൻ 16 വയസ്സുള്ളൂ അബൂ മഹ്ദൂറ ബിലാൽ തന്നെ വാങ്ങുമ്പോൾ ഈ കുട്ടികളല്ലേ കുറച്ച് ആവേശപ്പെട്ടോ ഞാൻ തിരക്കേടില്ല എന്നൊക്കെ തോന്നുന്നേ ബിലാൽ തന്നെ വാങ്ങുമ്പോൾ ഈ കുട്ടി കളിയാക്കാൻ തുടങ്ങി എന്റെ ശബ്ദത്തിന് അത്ര ഇല്ലല്ലോ എന്നിങ്ങനെ കളിയാക്കാൻ തുടങ്ങി കളിയാക്കാൻ മാത്രമല്ല തൊട്ടുള്ള ആളുകളൊക്കെ ചിരിക്കുന്നതും തങ്ങൾ കണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമല്ല നല്ല വലിയ VIP പാട്ടുകാരൻ സാഹസിലിരിക്കുമ്പോൾ ചെറിയ കുട്ടി വന്ന് പാട്ടോടെ തോന്നുന്നു എന്തൊക്കെയാ പാട്ട് ഞാനല്ലേ പാടുക എന്നൊക്കെ ഒരു തോന്നൽ വരൂലേ അങ്ങനെ ഈ കുട്ടി പറയാ തങ്ങളിത് കണ്ടു ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെ നമ്മൾ മക്കളെ ശിക്ഷിക്കേണ്ടത് പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വിളിച്ചു അബൂ മഹ്ദൂറ എന്നിട്ട് വരി സമീഅതു അന്നക ഹസന സൗത്ത് നിങ്ങൾക്ക് നല്ല മധുരമുള്ള ശബ്ദമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ നഅം യാ റസൂലല്ലാഹ് അറിയാം എനിക്ക് നല്ല ശബ്ദമുണ്ട് ബാങ്ക് കൊടുക്കൽ എങ്ങനെയാണെന്ന് നിനക്കറിയുമോ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അങ്ങ് ചേർത്തി പറഞ്ഞു പഠിപ്പിച്ചു തരട്ടെ വേണ്ടെന്ന് പറയാൻ കഴിയുമല്ലോ എന്നാ എനിക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ല് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കുട്ടി എല്ലാം തുടങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്ക് കുട്ടി കരയും നബി ബാങ്ക് മുഴുവൻ ചൊല്ലി കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂ മഹ്ദൂറ നിങ്ങളുടെ ഈ കഴിവ് അൻത മുഅദ്ദിനു മക്ക ഞങ്ങൾ ബിലാലിനെയും കൊണ്ട് മദീനത്തേക്ക് പോവുകയാണ് ഞങ്ങൾ മദീനത്തേക്ക് തിരിച്ചു പോകും ഇനി മക്കക്കാർക്ക് ബാങ്ക് വിളിക്കാൻ ഒരാൾ വേണം അതുകൊണ്ട് അബൂ മഹ്ദൂറ ഇനി മക്കക്കാരുടെ മുഖ്യ നിങ്ങളാണ് മക്കക്കാരുടെ മൊല്ലാക്ക നിങ്ങളാണ് അതുകൊണ്ട് മക്കയിൽ ഇനി ബാങ്ക് വിളിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെ ഞാൻ മൊല്ലാക്കയായി മുഅദ്ദിനായി നിയമിച്ചിരിക്കുന്നു ആര് പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം കഴിഞ്ഞിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ട് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടി ആ പ്രായമുള്ള അവസ്ഥയിൽ പറയാണ് അന്ന് 16 വയസ്സുള്ളപ്പോൾ ബിലാൽ തങ്ങളെ കളിയാക്കിയിട്ട് ഞാൻ ചിരിപ്പിച്ചപ്പോ എന്റെ റസൂൽ
എങ്ങാനും എന്നോട് ദേഷ്യപ്പെടുകയും എന്നെ ശിക്ഷിക്കുകയും എന്നെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മക്കക്കാർക്ക് 40 കൊല്ലം വാങ്ങി വിളിക്കാനുള്ള പുണ്യം എനിക്ക് ലഭിക്കുമായിരുന്നില്ലല്ലോ. എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, എന്നെ കളിയാക്കിയിട്ടില്ല. എന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവിനെ നല്ല വഴിക്ക് തിരിച്ചുവിട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനിയും ചരിത്രമുണ്ട്, സമയം കഴിഞ്ഞ് നിർത്താൻ പോവാണ്. സദഖല്ലാഹുൽ അദീം. സമയം എത്രയെന്ന് അറിയണം? 12 മണി കഴിഞ്ഞ്